إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മുസ്ലിമീങ്ങളായ നമുക്കിടയിൽ സ്നേഹവും ഇണക്കവും ഒത്തൊരുമയും നിലനിൽക്കണം. അതിനാവശ്യമായ സ്വഭാവ മര്യാദകൾ കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കാനും ചിട്ടപ്പെടുത്താനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നാണ് കഴിഞ്ഞ ഏതാനും ഖുത്ബകളിൽ നാം കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുസ്ലിം ഉമ്മത്തിൽ, മുസ്ലിം കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, മഹല്ലുകളിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോഴും ഇടപഴകുമ്പോഴും ചേർന്ന് ജീവിക്കുമ്പോഴും ഈ സ്നേഹ ബഹുമാനങ്ങൾ നിലനിൽക്കാൻ ആവശ്യമായ ഇസ്ലാമിലെ കനപ്പെട്ട നിർദ്ദേശങ്ങൾ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്തിന്റെ വെളിച്ചത്തിൽ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ വളരെ ഗൗരവമായി ജീവിതത്തിൽ നിന്ന് വിഭാടനം ചെയ്യണം, ഒഴിവാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ദുശീലങ്ങൾ ഒന്ന് മറ്റുള്ളവരെ പരിഹസിക്കലാണ്. രണ്ടാമത്തേത് സംസാരങ്ങളിൽ മുനവെച്ച് കുത്തുവാക്കുകൾ പറയൽ. മൂന്നാമത്തേത് വട്ടപ്പേര് വിളിച്ച് ഒരു വ്യക്തിയെ താറടിക്കുക, ഇൻസൾട്ട് ചെയ്യുക. നാലാമത്തേത് വ്യക്തികളെ സംബന്ധിച്ച് ഊഹങ്ങൾ പ്രചരിപ്പിക്കുകയോ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്യൽ. അഞ്ചാമത്തേത് രഹസ്യങ്ങളുടെ പിന്നാലെ പോയി മറ്റുള്ള വ്യക്തികളുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറി ചാരവൃത്തി നടത്തൽ. ഈ ഓരോ കാര്യങ്ങൾ അത് നിഷിദ്ധമാണ് എന്നും അത് ഒരു മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹികമായ സ്നേഹ ഇണക്കങ്ങളിൽ സൃഷ്ടിക്കുന്ന ഗൗരവമായ പരിക്കുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിലെല്ലാം നാം മനസ്സിലാക്കിയത്. ഈ വിഷയത്തിൽ ആറാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മുടെ സജീവമായ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ഒരു ദുശീലമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. സൂറത്തുൽ ഹുജറാത്തിലെ 12-ാം സൂക്തത്തിൽ കാണാം അല്ലാഹു തആല പറയുന്നത്, വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ, നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരാളെ കുറിച്ച് അയാളുടെ അസാന്നിധ്യത്തിൽ ദുഷിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ, പരദൂഷണം പറയാൻ പാടില്ല. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളുടെ ഒരു സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ ചേതനയറ്റ ആ ശരീരത്തിൽ നിന്നുള്ള മാംസം അത് നിന്റെ വായിലിട്ട് ചവച്ച് തിന്നാൻ നീ ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമൂഹു, നിങ്ങളത് വെറുക്കുന്നതാണല്ലോ എങ്കിൽ നിങ്ങൾ ഗീബത്തും പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ ഒരു വാചകം, ഹറമല്ലാഹു അൻ യഗ്താബൽ മുഅ്മിന ബിശൈഇൻ കമാ ഹറമൽ മൈത. ശവം തിന്നുന്നത് എത്രത്തോളം നിഷിദ്ധമാണോ അവ്വിധം മുസ്ലിമായ സഹോദരനെ സംബന്ധിച്ച് പരദൂഷണം പറയുക എന്നത് നിഷിദ്ധമാണ് എന്ന് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഗീബത്ത് എന്ന നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായ രണ്ടാള് മൂന്നാള് ഒരുമിച്ച് നിന്നാൽ സംസാരങ്ങളിൽ പലപ്പോഴും കടന്നു വരാറുള്ള, യാത്രകളിൽ പോലും പരസ്പരം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പോലും സംസാരങ്ങളിലേക്ക് കടന്നു വരാറുള്ള ഗീബത്ത് എന്ന ആ ഒരു ദുശീലത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്ന വളരെ ഗൗരവപ്പെട്ട സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഗീബത്ത് തെറ്റാണ്, തിന്മയാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇതിനെ നിസാരവൽക്കരിക്കുന്ന ഒരു സമീപനവും ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ സ്വാഭാവികമായ ശീലമായി കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യം പല ആളുകളുടെയും ജീവിതത്തിൽ ഇന്ന് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഗീബത്ത്? ഈ വിഷയത്തിലുള്ള ആയത്തുകളും ഹദീസുകളും വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാചകം, ദിക്റുൽ ഇൻസാൻ ഫി ഗീബതിഹി ബിമാ യക്റഹ്. ഗീബത്ത് എന്ന ആ അറബി പദത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്, ഒരാളുടെ ഗീബത്തിൽ, അസാന്നിധ്യത്തിൽ, ഒരാൾ സ്ഥലത്തില്ലാത്ത സന്ദർഭത്തിൽ അയാളെക്കുറിച്ച് അയാൾക്കിഷ്ടമില്ലാത്തത്, നെഗറ്റീവായ കാര്യങ്ങൾ, ദുഷിച്ചുള്ള സംസാരങ്ങൾ പറയുക എന്നത്, അതാണ് ഗീബത്ത് കൊണ്ടുള്ള വിവക്ഷയെന്ന് ഹദീസുകളുടെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരാളെ കുറിച്ച് പറയുന്നത്, എന്ത് പറയുന്നത്? തന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം സംസാരങ്ങൾ പോലും ഉണ്ടാകുന്നത്. ഒരാളുണ്ടാവുമ്പോൾ അത് പറയൂല, അയാൾ ഇല്ലാത്ത സമയത്താണ് ഈ ബാക്ക് ബൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഗീബത്ത് എന്ന നിലപാട് പലരും സ്വീകരിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചത്, അത്തദ്റൂന മൽ ഗീബ, എന്താണ് ഈ ഗീബത്ത് എന്ന് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഗൗരവപ്പെട്ട ഏത് വിഷയങ്ങൾ പറഞ്ഞാലും, അറിയാത്ത വിഷയങ്ങൾ കേട്ടാലും അവർ പറയാറുള്ള ഒരു സ്വാഭാവികമായ ഒരു ഉത്തരമുണ്ട്, അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവും അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളെക്കാൾ പൂർണ്ണതയോടെ അറിയുന്നവർ. അങ്ങനെ അവർ പ്രതികരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്. നിന്റെ സഹോദരനെ കുറിച്ച് അവന് വെറുപ്പുള്ള ഒരു കാര്യം നിങ്ങൾ പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. സ്വഹാബിമാര് ചോദിക്കുന്നു, പ്രവാചകരെ, ഒരാൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ല എന്നല്ല, ഞങ്ങൾ ഈ പറയുന്ന കാര്യം ഉള്ളതാണെങ്കിലോ, കണ്ടതാണെങ്കിലോ, അറിഞ്ഞതാണെങ്കിലോ, സാക്ഷികൾ ഉള്ളതാണെങ്കിലോ എന്താണ് അതിന്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബതഹു. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം, ഒരാളെ കുറിച്ചൊരു നെഗറ്റീവായ ചിന്താഗതി സ്പ്രെഡ് ചെയ്യാൻ മതിയാകുന്ന ഈ ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്, ഉള്ളതാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഫഖദ് ഇഗ്തബതഹു, നിങ്ങൾ അവനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിരിക്കുന്നു, പരദൂഷണം പറഞ്ഞിരിക്കുന്നു. വഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്ത. അതല്ല, ഇല്ലാത്ത കാര്യമാണ്, ഉറപ്പില്ലാത്ത കാര്യമാണ്, അറിയാത്ത കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിലോ നിങ്ങൾ അയാളെ സംബന്ധിച്ച് ഒരു നുണ കെട്ടിച്ചമച്ച് പറഞ്ഞിരിക്കുകയാണ്. രണ്ടായാലും ഒരു സഹോദരനെ സംബന്ധിച്ച് ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ അവരെ മോശമാക്കുന്നതിന് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിൽ പറയുക എന്നത് ഒരിക്കലും പാടില്ല എന്നാണ്. ഈ ഹദീസുകളുടെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പ്രധാനമായി 4 തരം സംസാരങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് ഗീബത്ത്, മറ്റൊന്ന് ഇഫ്ക് എന്ന പദമാണ്, 3 ബുഹ്താനാണ്, 4 നമീമത്താണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളിൽ ഉള്ള കാര്യം, മോശപ്പെട്ട കാര്യം, ഒരാളിലുള്ള പോരായ്മകൾ, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന കാര്യങ്ങൾ, ആളുകൾ അറിയുന്നത് അയാൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അത് പറഞ്ഞു നടക്കുന്നതാണ് ഗീബത്ത്, പരദൂഷണം. ഇനി മറ്റൊന്നുണ്ട്, ഒരാളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കേട്ടറിഞ്ഞൊരു കാര്യം, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നതോ അത് അപവാദ പ്രചാരണമാണ്. ഒരാളിൽ ഉള്ളൊരു കാര്യമാണ്,
ഉണ്ടായേക്കാവുന്നൊരു കാര്യമാണ്. അത് നിങ്ങളിങ്ങനെ പറഞ്ഞു നടക്കുകയാണെങ്കിലോ, അതായത് നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല, ആരോ പറഞ്ഞു കേട്ട് പറയാം, ഞാനൊരു വീഡിയോ കണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കണ്ടല്ലോ, ഒരു വീഡിയോ ബൈറ്റ് കണ്ടല്ലോ, ഇയാളെ കുറിച്ച് ഇന്ന ആൾ പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ശൈലി, അത് ഇഫ്ക്, അപവാദ പ്രചാരണമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മൂന്നാമത്തേത് ബുഹ്താൻ എന്നതാണ്. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ അൻ തഖൂല ഫീഹി മാ ലൈസ ഫീഹി, ഒരാളിൽ ഇല്ലാത്ത കാര്യം, ഇല്ലെന്ന് നമുക്കറിയുന്ന കാര്യം, ആ കാര്യം ഒരാളെ കുറിച്ച് കെട്ടിച്ചമച്ച് പറയാ, ആ നിലയ്ക്ക് ചെയ്യുന്നതാണ് ദുരാരോപണങ്ങൾ. ഇനി നാലാമത്തതുണ്ട് നമീമത്ത്, ഏഷണി എന്ന് സാധാരണ മലയാളത്തിൽ പറയും. അതെന്താണ്? നഖ്ലുൽ കലാമി മിൻ ത്വർഫിൻ ലി ആഖർ ലി ഈഖാഇൻ ബൈനഹുമാ, രണ്ടാളുകളെ തെറ്റിക്കുന്നതിന് വേണ്ടി, രണ്ടാളുകൾക്കിടയിലുള്ള ലോക്യം നശിപ്പിക്കുന്നതിന് വേണ്ടി കേട്ട കാര്യം കണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞെടുക്കുക. അന്നെ കുറിച്ച് ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അന്നെ കുറിച്ച് ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാല് ഈ കേൾക്കുന്ന ആൾക്ക് എന്താ ഉണ്ടാവുക? ഓ, ഇന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോ, അവന്റെ മനസ്സിലൊരു പോറലുണ്ടാവും. ആ വ്യക്തി എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞോ, ആ വ്യക്തിയോടുള്ള പുഞ്ചിരിക്കാനുള്ള മനസ്സ് പോലും നഷ്ടപ്പെടും, സലാം പറയാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെടും. മുഖം തിരിഞ്ഞു പോകുന്ന, വിരുദ്ധതയുള്ള, വെറുപ്പുള്ള ഒരു പകയിലേക്ക് ആളുകളെ തമ്മിൽ തെറ്റിക്കുന്ന രൂപത്തിൽ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന പണി, ആളുകളെ തെറ്റിക്കുന്നതിന് വേണ്ടി കണ്ടതും കേട്ടതും ആരെങ്കിലും പറയുന്നതുമൊക്കെ റിപ്പോർട്ട് ചെയ്ത് പറയുക, ഇത് നമീമത്താണ്. ഈ 4 ശൈലിയും, ഗീബത്തായാലും ദുരാരോപണമാണെങ്കിലും അപവാദ പ്രചാരണമാണെങ്കിലും ഏഷണയാണെങ്കിലും, ഇതെല്ലാം വളരെ ഗൗരവപ്പെട്ട നിഷിദ്ധങ്ങളാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ വളരെ ഗൗരവമായി കാണേണ്ട ഒന്നാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഒരാളെ സാന്നിധ്യത്തിൽ, ഒരാൾ സഭയിലില്ലാത്ത സമയത്ത്, കൂടല്ലാത്ത സമയത്ത് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയാം. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ, ദൂഷ്യമായി പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പൊ നമ്മളൊരു 3 ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എന്തോ വർത്തമാനം പറയാണ് നമ്മളെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച്. ഈ ഒരവസ്ഥ കഴിഞ്ഞാൽ പിന്നെന്താ? നമ്മളില്ലാത്ത സമയത്ത് ഇതേ ഗ്യാങ് നമ്മളെ കുറിച്ചും പറയും. മറ്റൊരാളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും പറയാൻ അറക്കാത്ത നാവുള്ളവനെ, അതുവരെ അവരെ കൂടെ ഇരുന്ന് നമ്മളെ കുറിച്ച് പറയാൻ എന്തുണ്ടാവില്ല, ഒരു മടി ഉണ്ടാവില്ല. ചില ആൾക്കാരെ വിചാരം അവരെ കാണുമ്പോൾ ഇങ്ങനെ നാട്ടിലുള്ള ഓരോരുത്തരെ പോരായ്മകൾ ഒരാൾ പറയുന്നത് അത് ഇന്ന റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ എന്നോട് പറയണമെന്നാ. അത് പറയുന്നത് ആ പറയുന്ന ഒരാളുടെ ഒരു ദുശീലാണ്. അയാൾക്കൊരു ഇരനെ കിട്ടണം, അയാൾ പറയുന്നത് കേൾക്കാൻ ഒരാളെ വേണം, അത്രേ ഉള്ളൂ. നമ്മൾ കരുതും ഈ നാട്ടിലുള്ള എല്ലാവരുമായി ബന്ധപ്പെട്ട കാര്യം നമ്മളോട് ഇങ്ങനെ പറയാണ്. ഈ പറയുന്ന ആള് നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ചും പറയാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് സ്വഹാബിമാർ ഗൗരവമായി പറഞ്ഞ വാചകങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ഗീബത്ത് എന്ന ഈ വിഷയത്തിന്റെ അതിന്റെ ഒരു ഗൗരവം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഗീബത്തിനെ പരിചയപ്പെടുത്തിയത് മരണപ്പെട്ട സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്നാണ്. അതാണ് ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ വാചകത്തിൽ കാണുന്നത്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് വേളയിൽ നരകത്തിലെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു കൂട്ടരെ കാണുന്നു. ലഹും അദ്ഫാറുൻ മിൻ നുഹാസ്, ചെമ്പിന്റെ കൂർത്ത നഖങ്ങൾ അവർക്കുണ്ട്. അവരുടെ മുഖവും നെഞ്ചും അവർ മാന്തി വലിച്ചു കീറുകയാണ്. ഈ ഹൃദയഭേദകമായ കാഴ്ച കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്രയിൽ തന്റെ കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇവരെന്താ അങ്ങനെ ചെയ്യുന്നത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ഹഉലാഇൽ ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ഇവര് മനുഷ്യരുടെ മാംസം തിന്നുന്നവരാണ്. മനുഷ്യരുടെ മാംസം തിന്നുന്നവരെന്ന് പറഞ്ഞാൽ നരഭോജികളാണ് എന്നല്ല, മറിച്ച് ഗീബത്ത് പറയുന്ന ആളുകളാണ്. വയഖഊന ഫീ അറാദിഹിം, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവരാണ്. അവരുടെ സാന്നിധ്യത്തിലോ അല്ലാതെയോ മനുഷ്യന്മാരെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച മറുപടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ ഇമാം ഇബ്നു അബീ ശൈബയും തൊബ്രാനിയും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയും സ്വഹാബത്തും ഇരിക്കുന്ന ഒരു സദസ്സിൽ ആളുകൾ ഇങ്ങനെ ഇരുന്ന ആളുകൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി. ആ സമയത്ത് ഒരു ഗ്യാങ്, ഒരു ഗ്രൂപ്പ്, അവരുടെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ എഴുന്നേറ്റ് പോയപ്പോൾ അയാളെ കുറിച്ച് അതുവരെ കൂടെ ഇരുന്ന ചില ആൾക്കാർ എന്തോ ഒരു സുഖമില്ലാത്തൊരു സംസാരം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. ആ സമയത്ത് റസൂൽ അയാളോട് പറഞ്ഞു, തഹല്ലൽ, ഈ പോയി വായ കഴുകി വാ. വായിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വായ കഴുകി കൊപ്പിളിച്ച് വരുമല്ലോ. തഹല്ലൽ, ഒന്ന് വായൊക്കെ ഒന്ന് കഴുകി വാ.
അയാൾ ചോദിച്ചു, ഞാൻ എന്തിനാ വായ കഴുകണേ? ഞാൻ അങ്ങനെ വായ കഴുകാൻ മാത്രം അങ്ങനെ ഒരു മാംസോ അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. റസൂലുള്ള പറഞ്ഞു, ഇന്നക അകൽത ലഹ്മ അഖീക, നീ നിന്റെ സഹോദരന്റെ മാംസം തിന്നിട്ടുണ്ട് എന്ന്. അപ്പൊ ഗീബത്ത് പറഞ്ഞാൽ വായ കഴുകണം എന്ന് പറയാനല്ലത്, മറിച്ച് ആ പറഞ്ഞ കാര്യം, ആ ചെയ്ത കാര്യം അത് ഗീബത്താണ്, ഗൗരവപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ ബോധ്യപ്പെടുത്തുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. അതേപോലെ മറ്റൊരു സംഭവമുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവും ഉമർ റളിയല്ലാഹു ഒക്കെ ഒരു യാത്രയിലാണ്. അവരെ കൂടെ ഒരു ഖാദിം, ഒരു സേവകൻ, ഒരു ഭൃത്യനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ചേരം വിശ്രമിക്കാണ്, ആ സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും കറി എന്തെങ്കിലും പാചകം ചെയ്യണം, അവർക്ക് റൊട്ടി എന്തോ കഴിക്കാനുണ്ട്. അങ്ങനെ ഇവർ ഈ ഖാദിമിനെ, സേവകനെ ഈ പണി ഏൽപ്പിച്ച് ഇവർ കിടന്നുറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവർ എണീറ്റ് നോക്കിയപ്പോൾ കാണുന്നത് ഇവരുടെ സേവകൻ അവിടെ ഇങ്ങനെ ഉറങ്ങാണ്. അതിൽ ഇവര് ഒരു പരിഹാസ സ്വഭാവത്തിൽ പറഞ്ഞു, ബൈത്തിക്കും, അവനാന്റെ വീട്ടിൽ കടന്നുറങ്ങണ മാതിരിയാണല്ലോ അവൻ കടന്നുറങ്ങണ് എന്ന നിലയ്ക്ക് ഒരു വളരെ സ്വാഭാവികമായ ഒരു സംസാരം നടത്തി. അങ്ങനെ അയാളെ വിളിച്ചു നിർത്തി, ഭക്ഷണം ഇവിടെ, അയാൾ പാകം ചെയ്തിട്ടില്ല. അതിൽ ഇവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, റസൂലുള്ളാന്റെ അടുക്കൽ പോകും, എന്നിട്ട് ഞങ്ങൾ സലാം പറഞ്ഞിട്ടെന്ന് പറയും, ഞങ്ങൾക്ക് ഭക്ഷണത്തിന് റൊട്ടിക്ക് കൂട്ടാൻ എന്തെങ്കിലും ഒരു കറി റസൂലുള്ളാന്റെ അടുത്തുനിന്ന് കിട്ടുമോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ഈ വ്യക്തി റസൂലുള്ളാന്റെ അടുക്കലെത്തി, റസൂലുള്ളാനോട് ഇവരെ ഏൽപ്പിച്ച രൂപത്തിൽ സലാം പറഞ്ഞു. അങ്ങനെ റസൂലുള്ള ആ സലാമിന് പറഞ്ഞേൽപ്പിച്ച ആ സലാം മടക്കി, എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ കറിക്ക് വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓല് കറി കൂട്ടി ഭക്ഷണം കഴിച്ചെന്നല്ലോ പറഞ്ഞു. ഇയാൾ തിരിച്ച് ആ രണ്ട് സ്വഹാബിമാരുടെ അടുത്ത് പോയി, അവരോട് പറഞ്ഞു, റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അവർക്ക് ഭയങ്കര അത്ഭുതമായി. എന്താ റസൂലുള്ള പറയണേ? നമുക്ക് വിശന്നിട്ട് പ്രയാസപ്പെടാണ്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചണമെന്നാണോ റസൂലുള്ള പറയണേ? അങ്ങനെ അവർ റസൂലുള്ളാന്റെ അടുക്കലെത്തി. റസൂലിനോട് ചോദിക്കാം, അല്ല റസൂലെ, ഞങ്ങൾ എന്ത് കറി കൂട്ടി കഴിച്ചെന്ന് നിങ്ങൾ പറയണത്? റസൂലുള്ള പറഞ്ഞു, ബിലഹ്മി അഖീകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും സഹോദരനായ ആ സേവകന്റെ മാംസം നിങ്ങൾ കഴിച്ചു. വല്ലദി നഫ്സി ബിയദി ഇന്നി ലഅറാ ലഹ്മഹു ബൈന അൻയാബികുമാ, നിങ്ങളുടെ ഈ വായയുടെ നിങ്ങളുടെ വായയുടെ പല്ലുകൾക്കിടയിൽ നിങ്ങൾ ചവച്ചരച്ച ആ മാംസത്തിന്റെ ആ അവശിഷ്ടം ഞാൻ കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഅനി ലഹ്മല്ലദി ഇസ്തഖബത്തുഹുമാ, നിങ്ങൾ രണ്ടുപേരും നടത്തിയിട്ടുള്ള ആ ഗീബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയാണ്. അവർക്ക് ചെയ്തത് മോശമായി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ചെയ്തത് മോശമായ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ തൗബ ചെയ്യണം. അപ്പൊ അവരെ കൂട്ടത്തിൽ ആരുണ്ട്? റസൂലുള്ള ഉണ്ട്. റസൂലുള്ളാനോട് അവർ പറഞ്ഞു, റസൂലേ, ഞങ്ങൾ ചെയ്ത ഈ ഒരു സ്ഖലിതം, ഞങ്ങളിൽ സംഭവിച്ച ഈ ഒരു വീഴ്ച, ഇത് അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഫസ്തഗ്ഫിർ ലനാ. അപ്പൊ റസൂലുള്ള പറയാണ്, ഹുവ ഫൽയസ്തഗ്ഫിർ ലകുമ, അവന് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കട്ടെ. നിങ്ങൾ ഓനോട് പറയും, നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെടണം, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾ അയാളോട് പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അത് ഈ വിഷയത്തിന്റെ ഗൗരവ. വായിൽ തോന്നിയ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു നടന്നാല് ഈ കുറ്റങ്ങള്, ഈ പാപങ്ങള് അത് പരിഹരിക്കപ്പെടാതെ പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ ഒരു സൂചന നൽകുന്ന ഒരു സംഭവമാണ്. അതേപോലെ അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ട്. ആ സമയത്ത് പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ കുറിച്ച്, അവൾ കുറിയവളാണ്, ഖസീറ, ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണ് എന്ന് ഒരു പുച്ഛ ഭാവത്തിൽ എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഖുൽതി കലിമ, ആയിഷ, നീ ഈ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഹഫ്സയെ കുറിച്ച് നീ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഇത് സമുദ്രത്തിൽ കലക്കിയാൽ ആ സമുദ്രം മുഴുവൻ കലക്കുമാറ് ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. അത്രയും ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. സമുദ്രത്തിന്റെ രുചിയും അതിന്റെ നിറവും മാറ്റിമറിക്കുമാറ് വിഷം ചീറ്റുന്ന ഒരു വാക്കാണ് നിന്റെ നാവിൽ നിന്ന് വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്.
ഇത് ആരോടാ പറയണേ? സ്വന്തം ഭാര്യയോട്. ആ ഭാര്യയോടുള്ള സ്വകാര്യ നിമിഷത്തിൽ ഭാര്യ പറഞ്ഞ ഒരു വാക്ക്, ഭാര്യ പറഞ്ഞു പോയ ഒരു വാക്ക്, ആ വാക്കിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്ത ഒരു ശൈലി ഇങ്ങനെയാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ വിഷയം, ഇതിന്റെ ഒരു ഗൗരവം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗീബത്ത് പറയുക എന്നത് അതൊരു ഒരു നിരന്തരമായ ഒരു ശൈലിയായി പല ആളുകളും സ്വീകരിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഗീബത്ത് പറയണോൽക്ക്, പക്ഷെ അതിങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ വേണ്ട, ഓനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അള്ളാഹ് ഓനക്ക് പുറത്തു കൊടുക്കട്ടെ പറയും. എന്നിട്ട് ബാക്കിയൊന്നും പറയാതെ പോകും. എന്താ സംസാരം? ഞാൻ ഈ പറയുന്ന ആളെ കുറിച്ച് അള്ളാഹ് പുറത്തു കൊടുക്കാൻ മാത്രം എന്തോ ഒരു പ്രശ്നവും പറഞ്ഞിട്ടുണ്ട് എന്ന ആ ഒരു മെസ്സേജ് ഇട്ടാണ് പോവാണ്. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് മനുഷ്യന്മാരെ മോശപ്പെടുത്തുന്ന ഒരു ശൈലി പല ആളുകൾക്കുണ്ട്. അതേപോലെ ചില ആൾക്കാർ ഇങ്ങനെ സംസാരത്തിൽ പറയും, പഠിച്ചോനറിയാം എങ്ങനെ ഒരാൾ അങ്ങനത്തെ ഒരു തോന്നിയാസം ചെയ്യണേ, എന്താലേ എന്നും പറഞ്ഞ് അങ്ങനെ പോകും. അപ്പൊ ഇയാൾ തോന്നിയ മറ്റേ വ്യക്തിനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞോ? ഇല്ല. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അള്ളാനെ പറ്റിക്കണ ഒരു ജാതി എന്ന് വിചാരിച്ചു കൊണ്ട് ശൈലിയിലൊക്കെ ഗീബത്ത് പറയുന്ന ഒരു രീതി പല ആളുകൾക്കുണ്ട്. അതേപോലെ വേറെ ചില ആളുകൾ പറയുന്ന ശൈലി, ഇത് മജ്മുഉൽ ഫതാവയിൽ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഗീബത്ത് പറയുന്നതിന്റെ ചില സാമർത്ഥ്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചെടുത്ത് കാണാം. ചില ആളുകൾ ഇങ്ങനെ പറയും, ആ വ്യക്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്, എങ്ങനെയല്ല ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്, അയാളെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് എന്ന് പറയുന്ന ശൈലി. ഇവനൊരു വിഷമമില്ല, മറ്റൊരാളെ കുറിച്ച് ഒരു ഗീബത്ത് പറഞ്ഞപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഓന്റെ മനസ്സിലൊരു ആശ്വാസം. പക്ഷെ ഇവരിങ്ങനെ ഞങ്ങൾ ഗീബത്തൊന്നും പറയല്ല എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഈ പണി ചെയ്യാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പണി ചെയ്യാണ്. ഇതും ഗൗരവപ്പെട്ടതാണ്, ഗുരുതരമാണ്. ഒരു വ്യക്തിയുടെ അഭിമാനത്തെ തേജോവധം ചെയ്യുന്ന, അയാളെ കുറിച്ച് ആളുകൾക്കിടയിൽ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന, അയാളെ താറടിക്കുന്ന സമീപനങ്ങൾ അത് പാടില്ല എന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർ പറയും ഞാൻ ഗീബത്തൊന്നും പറയല്ല എന്ന് പറയും. പക്ഷെ ഗീബത്ത് കേൾക്കലുണ്ടോ? ഗീബത്ത് പറയുന്നത് കേട്ടിരിക്കലുണ്ടോ? അതും ശരിയല്ല. പറയുന്നതും കേൾക്കുന്നതും രണ്ടും ഒരുപോലെ ഗൗരവപ്പെട്ട ഒന്നാണ്. കാരണം എന്താ, അപ്പൊ ഞാൻ ഒരാളടുത്ത് ഇങ്ങനെ വന്ന് എൻ്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ ഗീബത്ത് പറഞ്ഞിറക്കില്ലെന്ന് വിചാരിക്കാം. ഞാനിങ്ങനെ ഒരാളടുത്ത് ഇങ്ങനെ വന്നിരുന്ന് വർത്താനം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളെ കുറ്റം പറയും. വേറെ ആൾ കൂടെ യാത്ര ചെയ്യുമ്പോൾ അപ്പോഴും ഞാനിങ്ങനെ മറ്റാരെങ്കിലും കുറിച്ച് കുറ്റം പറയും. ഭക്ഷണം കേൾക്കുമ്പോൾ അപ്പോഴും ഞാനിങ്ങനെ മാറിയിരുന്ന് കുറ്റം പറയും. ഈ സ്വഭാവം എന്തുകൊണ്ട് എനിക്കുള്ളത്? ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുള്ളത് കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? മറ്റുള്ള ആളുകൾ ഇത്തരം സംസാരങ്ങളിൽ ഒഴിയണം. ഈ ഒരാളെ കുറ്റം പറയാനാണ്, ഞാനില്ല, ഈ പൊയ്ക്ക എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ തിരക്കാണെന്ന് പറഞ്ഞ് ഡിപ്ലോമാറ്റിക് ആയിട്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അകലം പ്രാപിക്കേണ്ടി വരും. ഇതൊക്കെ തീർച്ചയായും നമ്മളും ഗൗനിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഒരാളെ കുറിച്ചൊന്നും പറയലൊന്നുമില്ല എന്ന് പറയുകയും ഇങ്ങനെ ഈ ഗീബത്ത് പറയാനും നമീമത്ത് പറയാനുള്ള എല്ലാ അവസരവും ഒരുക്കുന്ന ആ ഒരു സാഹചര്യം അതും ഗൗരവപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനൊക്കെ ആത്യന്തികമായ പരിക്ക് എവിടെ പറ്റുന്നത്? പരസ്പരം ലോക്യത്തിലുള്ള, സ്നേഹബന്ധത്തിലുള്ള, ഇണക്കത്തിലുള്ള ആളുകൾക്കിടയിൽ അവർക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാവാനാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയാണ് നിങ്ങളെ കുറിച്ച് ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാല് രണ്ട് സാഹചര്യങ്ങളാണുള്ളത്. ഒന്നിൽ ഞാൻ ആ വ്യക്തിനെ കാണുമ്പോൾ ചോദിക്കും നിങ്ങൾ ഇന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ എന്താണ്, പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ആളുകൾ കുറവാണ്. മറ്റൊരു സാധ്യത ഉണ്ട്. അതെന്താ? ആ ചെങ്ങായി ഇന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലേ, വല്ലാത്തൊരാളെന്നെ എന്നും പറഞ്ഞ് പിന്നെ ഞാൻ ആ വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധം അതങ്ങനെ ഇല്ലാതെയായി പോകുന്ന, നമ്മുടെ കൂട്ടത്തിലുള്ള പരസ്പരം സ്നേഹബന്ധത്തിലുള്ള, ഇണക്കത്തിലുള്ള നൂറുകണക്കിന് ആളുകൾക്കിടയിൽ അകലമുണ്ടായതിൻ്റെ കാരണങ്ങളിൽ ഗീബത്ത് പോലെയുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ തെറ്റിദ്ധാരണകളാണ് എന്ന് പലപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ, അതിൻ്റെ നിജസ്ഥിതികൾ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടാറുള്ളതാണ്. അത്തരം ഒരു അവസ്ഥ നമ്മൾ കാരണം ഉണ്ടാകരുത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങളിൽ സൂക്ഷ്മമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ നാവ് കൊണ്ടുള്ള തിന്മകളുടെ കൂട്ടത്തിലാണ് സാധാരണ ഗീബത്തിനെ പറയാറുള്ളത്. അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നതാണ് ഒന്നാം ഖുത്ബയിൽ നമ്മൾ കേട്ടത്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ ഗീബത്തിൻ്റെ പരിധിയിൽ വരുന്നത്, എന്നാൽ പറയേണ്ടി വരുന്നത്, പറയൽ നിർബന്ധമാകുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഒരാളുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലീസിലോ കോടതിയിലോ കൊടുക്കണമെങ്കിൽ, ഒരു മൊഴി കൊടുക്കുന്നത്, ഒരു റിട്ടൺ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്, അത് ഗീബത്തിൻ്റെ പരിധിയിലല്ല വരിക. ഇപ്പം ചില ആൾക്കാർ ഇസ്ലാമിൻ്റെ ചില മസലകൾ ഇങ്ങനെ പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആശയങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ വിചാരിച്ച് വേറെന്തൊക്കെയോ ആയ ഒരു ജീവിതത്തിലേക്ക് പോകുന്നത് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതടക്കമുള്ള എല്ലാ വിഷയത്തിലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യം പറയണത്. ഇപ്പം ഒരു നാട്ടിലൊരു അക്രമി, ഒരു റൗഡിത്തരം കാണിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാമൂഹികമായ വിപത്തുണ്ടാക്കുന്ന ഒരാൾ, അയാളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വരും. അവിടെ ഞാൻ മൊഴി പറയില്ല, അല്ലെങ്കിൽ ഞാൻ സാക്ഷി പറയില്ല, അല്ലെങ്കിൽ ഞാൻ പരാതി ഒപ്പിട്ട് കൊടുക്കൂല, ഞാൻ ഗീബത്ത് പറയാത്ത ആളാ എന്ന് പറയേണ്ട ആവശ്യമല്ല. കാരണം എന്താ, അത് ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഗീബത്തിൻ്റെ മേഖലയിലല്ല വരുന്നത്. ഒരു വ്യക്തിനെ താറടിക്കുന്നതിനും ഒരു വ്യക്തിനെ കുറിച്ച് ആളുകൾ മോശമായിട്ട് വിചാരിച്ചോട്ടെ എന്ന ആ ദുഷ്ട മനസ്സോട് കൂടി അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് നാട്ടിൽ അറിയപ്പെട്ട ഒരു ദുരിതം, സാമൂഹികമായ ഒരു പ്രശ്നം, ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപെടലാണ്. അത് ഗീബത്തിന്റെ ഗണത്തിലല്ല വരാം. അതേപോലെ ഇപ്പോൾ ഒരു വ്യക്തിയുമായി ഒരു കച്ചവടത്തിൽ ഏർപ്പെടാൻ പോവാണ്. അയാളെ കയ്യിൽ ഒരു 5 ലക്ഷമോ 50 ലക്ഷമോ 1 CR 2 CR കൊടുക്കാൻ പോവാണ്. നമുക്ക് കൃത്യമായിട്ടാണ്, അല്ലെങ്കിൽ നാട്ടിലെ പല ആളുകൾക്കും അറിയാം, ഇയാൾ ഓരോ സമയത്ത് ആൾക്കാരോട് ഇൻവെസ്റ്റ്മെൻറ്റും ഷെയറൊക്കെ പറഞ്ഞ് പൈസ പിരിക്കും, പിന്നെ അതങ്ങനെ തുമ്പില്ലാതെ പോവലാണ്. അത് അറിയുന്ന ആളാണ് എങ്കിൽ ഇവൻ്റെ പണം പോയി ഇവൻ്റെ കുടുംബം കുട്ടിച്ചോറാവണ്ട, ജീവിതം പ്രയാസമാവണ്ട എന്ന നിലയ്ക്ക് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എന്ത് ചെയ്യാം, അയാളുമായിട്ട് ഇടപാട് നടത്തേണ്ടത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പല ആളുകൾക്കും മൂപ്പരിൽ നിന്നുണ്ടായിട്ടുള്ളത് ദുരനുഭവങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ജാഗ്രതയുടെ ഭാഗമായി ഒരാൾക്ക് താക്കീത് നൽകുന്നത് ഈ പറഞ്ഞ വിരോധിക്കപ്പെട്ട ഗീബത്തിന്റെ ഗണത്തിലല്ല. മൂന്നാമത്തേത് ഒരു വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരാള് കള്ള് കുടിച്ച് നടക്കുന്ന, കഞ്ചാവ് അടിച്ച് നടക്കുന്ന, സിന്തറ്റിക് ലഹരിയുടെ പിന്നാലെ നടക്കുന്ന, മറ്റ് പല സ്ഥലങ്ങളിലും പോയി ഈ വ്യഭിചരിച്ച് നടക്കുന്ന, തോന്നിവാസിയെ നടക്കുന്ന ഒരാളാണ് നമുക്കറിയാം. അപ്പോൾ അയാളെ കുറിച്ച് എന്ത് ചെയ്യാണ്, ഒരു കല്യാണാന്വേഷണം നടക്കുമ്പോൾ എന്നോട് ചോദിക്കേണ്ട, എനിക്കറിയില്ല, നിങ്ങൾ ചോദിച്ചോളി എന്ന് പറഞ്ഞ് നമുക്ക് അറിയുന്ന വ്യക്തതയുള്ളൊരു കാര്യം നമ്മളിങ്ങോട്ട് ഒഴിഞ്ഞു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു വാക്ക് കേട്ട്, നമ്മുടെ ഒരു നിലപാട് കണ്ട് ഒരു വിവാഹബന്ധം ഉണ്ടാവുകയും ഒരു പെണ്ണ് തീരാ ദുഃഖത്തിലേക്കും കണ്ണുനീരിലേക്കും ഒരു വേള കുടുംബ ജീവിതത്തെ പോലും വെറുക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണത്തിന് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് വിഷയങ്ങൾ കൃത്യമായി അറിയുമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു വിവാഹ സമയത്ത് ഉള്ള കാര്യം കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു കാര്യങ്ങൾ, അങ്ങനെ ഓൻ ഇപ്പോൾ കല്യാണം കഴിക്കണ്ട, ഓൾക്ക് അങ്ങനെ ഒരു നല്ല ബന്ധം ഉണ്ടാവണ്ട, അങ്ങനെ ഓൻ ഒരു വരവിൽ തന്നെ ഒറ്റയടിക്ക് ഒരു കല്യാണാന്വേഷണം കിട്ടണ്ട എന്ന് പറയുന്ന അതല്ലല്ലോ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്കത് വേർതിരിച്ച് മനസ്സിലാവും എന്ന് ഞാൻ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ അതല്ലാത്ത നിലയ്ക്ക് കൃത്യമായ ഗണ്യതമായ ഒരു വിഷയത്തിൽ ഒരാളെ ജീവിതം നശിക്കാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ ഒരു പക്ഷെ നമുക്ക് വ്യക്തികളെ സംബന്ധിച്ച് വലിയ ഒരു മുന്നറിയിപ്പ് നൽകേണ്ടി വരും. അതും വിരോധിക്കപ്പെട്ട ഗീബത്തിലല്ല വരിക. അതേപോലെ നാലാമത്തത് ഇസ്ലാമികമായ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഹദീസുകളുടെ വിഷയത്തിൽ ഒരു കാര്യം ഇത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്നൊരാൾ പറയാണ്, ആളുകൾ എന്താ വിചാരിക്കുക, അത് ഹദീസാണ്, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇയാൾ നുണ പറഞ്ഞതാണെങ്കിലോ, ഇയാൾ റസൂലുള്ളാഹിനെ കുറിച്ച് നുണ പറഞ്ഞതാണെങ്കിലോ, സ്വാഭാവികമായും അത് ഇല്ല കേട്ടോ, അത് റസൂലുള്ളാഹി പറഞ്ഞതല്ല, അത് അയാൾ നുണ പറഞ്ഞതാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അവിടെ എന്താ, അയാളെ കുറിച്ച് ഗീബത്ത് പറയാൻ എനിക്ക് ആവൂല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണോ? അല്ല. അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഒരാൾ നുണ പറയുന്നതാണോ, അയാളുടെ ആ ഒരു തോന്നിവാസം ചെയ്യുന്ന വ്യക്തിയുടെ അഭിമാനമാണോ, ഏതാണ് പ്രധാനം? അവിടെ അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഒരു തെറ്റായ ആശയം ഒരാൾ പറയുന്നതാണ് അപകടം. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ സ്വാഭാവികമായും ഇസ്ലാമികമായ വിഷയങ്ങളിൽ പ്രബോധനത്തിന്റെ ഭാഗമായി ഒരാൾ പറയുന്നത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ആ വിഷയം വസ്തുനിഷ്ഠമായി പറയുക എന്നത് അനുവദിക്കപ്പെട്ട ഗീബത്തിന്റെ ഗണത്തിലാണ് വരിക. പക്ഷെ ആ മറ പിടിച്ച് തനിക്കിഷ്ടമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ പോരായ്മകളും ന്യൂനതകളും പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ അവരെ താറടിക്കുക എന്നത്, അത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതും ഹലാലാണ്, ഇതും അനുവദിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. പ്രബോധനമാണെങ്കിലും ഹദീസ് സംരക്ഷണമാണെങ്കിലും വിവാഹ ബന്ധമാണെങ്കിലും രണ്ടാളുകൾ തമ്മിൽ
നടക്കുന്ന ഒരു സാമ്പത്തിക ഇടപാടാണെങ്കിലും ആ രംഗത്ത് ശ്രദ്ധിക്കേണ്ടതും അല്ലാത്തതും ഏത് എന്ന് കൃത്യമായി ഈ പറഞ്ഞ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങളിലെല്ലാം ഉൾക്കാഴ്ചയോട് കൂടിയുള്ള സമീപനം സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഷിർക്കിന്റെയും കുഫറിന്റെയും ബിദ്അത്തിന്റെയും ഹറാമിന്റെയും നിഫാഖിന്റെയും റിയാഇന്റെയും അവസരങ്ങളിൽ നിന്ന് അകലം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളും വെല്ലുവിളികളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, ഏവർക്കും നീ ആഫിയത്തും ഷിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഇടപാടുകളിൽ, ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യം പ്രദാനം ചെയ്ത് കൺകുളിർമയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട, സാമ്പത്തിക പരാധീനത മൂലം കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, ഏവർക്കും നീ ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മുസ്ലിമായതിന്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ എന്നും ദൈന്യതയിലൂടെയാണ് കഴിഞ്ഞുകൂടുന്നത്. അല്ലാഹുവേ, ഏവരുടെയും ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.